ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? റംസാനൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. നമ്മളെ കൊല്ലത്ത് എല്ലാ സ്ഥലങ്ങളും ചൂടുണ്ടായിരിക്കാം, നമ്മളിവിടെ അത്യാവശ്യം ചൂടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും കാണും. അപ്പോഴും നമ്മളിപ്പോൾ നോമ്പൊക്കെ മുറിച്ചിട്ട് നമ്മളെ വീട്ടിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ള പള്ളിമുക്ക് ജംഗ്ഷനിലുള്ള ക്വിക്സ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. അപ്പോഴും നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളും പലവ്യഞ്ജന സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നോമ്പൊക്കെ മുറിച്ചിട്ട് ഇറങ്ങിയത് കുറച്ച് തിരക്ക് കാണും. ആ സമയമാകുമ്പം തിരക്ക് കുറവായിരിക്കും. അല്ലാതെ വൈകുന്നേര സമയത്ത് ഒരു തവണ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴും നോമ്പ് മുറിച്ച് കഴിഞ്ഞപ്പോൾ തിരക്ക് കാണുമെന്ന് കരുതി പോയതാണ്. എങ്കിലും കുറച്ച് വലിയ തിരക്കില്ല എങ്കിലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മക്കളും ഇക്കായും അതുപോലെ ഇക്കാട് ഉമ്മയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഷോപ്പിങ്ങിന് പോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മക്കളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിൽ കാണുന്ന സാധനങ്ങളൊന്നും വലിച്ചു വാരി എടുക്കരുതെന്ന്. കാരണം കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ്സും ടോയ്സും ബിസ്ക്കറ്റും അങ്ങനെയുള്ള വെറൈറ്റി സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. അപ്പോഴും മക്കളോട് ആദ്യമേ പറഞ്ഞു ഇതൊന്നും വലിച്ചെടുക്കരുതെന്ന്. പക്ഷേ വീട്ടിൽ നിന്നും സമ്മതമൊക്കെ പറഞ്ഞിട്ട് വരുമ്പം ഷോപ്പിംഗ് മാളിൽ എത്തിക്കഴിഞ്ഞാൽ മക്കളുടെ സ്വഭാവം മാറും. പ്രത്യേകിച്ച് അവരുടെ കൂടെ അവരുടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. നമ്മുടെ അടുത്ത് നടക്കാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിപ്പിച്ചെടുക്കും. അങ്ങനെ ഉമ്മയെ കൊണ്ട് മോളെ നിർബന്ധം പിടിപ്പിച്ച് അവൾക്ക് ആവശ്യമുള്ള ചോക്ലേറ്റ്സൊക്കെ വാങ്ങിപ്പിച്ചു. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ, നെയ്യ്, അരി, അതേപോലെ പൊടി മാവ് ഐറ്റംസ്, പിന്നെ നമ്മുടെ വെജിറ്റബിൾസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തു. വെജിറ്റബിൾസൊക്കെ അത്യാവശ്യം മാർക്കറ്റിലെക്കാട്ടിലും വിലക്കുറവുണ്ട്. ഫ്രഷായിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ മീറ്റ്സും ഫിഷൊക്കെ പുറമേ നിന്നും കുറച്ചുകൂടി വില കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. എങ്കിലും അത്യാവശ്യം ഫ്രഷ് ഐറ്റംസാണ്. അത്യാവശ്യം അല്ല, നല്ല ഫ്രഷ് ഐറ്റംസാണ് അവിടെ ഉള്ളതൊക്കെ. അപ്പോഴും നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം പർച്ചേസ് ചെയ്തു. പിന്നീട് ട്രോളി പിടിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടാണ് വേണ്ട കേട്ടോ. ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോയാൽ എൻ്റെ മോൾക്ക് വലിയ ഇഷ്ടം. അവൾ ഈ ട്രോളിയും തള്ളിപ്പിടിച്ച് ഉരുട്ടി കളിച്ചുകൊണ്ടേ നിൽക്കും. നമ്മളിങ്ങനെ കൂടെ നടന്നാൽ മാത്രം മതി. പിന്നെ നമ്മൾ ഈ ഷോപ്പിംഗ് മാളിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. ഒരാഴ്ചയ്ക്ക് മുമ്പ് കൂടി പോയതാണ്. പക്ഷെ പോകുമ്പോഴൊക്കെ തിരക്ക് കാരണം നമുക്ക് വീഡിയോ പിടിക്കാനോ എടുക്കാനോ ഒന്നും സൗകര്യം കിട്ടിയിട്ടില്ല. അപ്പോഴേ ഇന്ന് എന്തായാലും പോകുന്നതല്ലേ, വീഡിയോ പിടിക്കാമെന്ന് മോൻ പറഞ്ഞു. മോൻ തന്നെയാണ് വീഡിയോ കൂടുതലും ഇതിലേക്ക് പിടിച്ച് തന്നതും. അങ്ങനെ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്തു. അപ്പോൾ നോമ്പ് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് നടന്ന് പോകുന്ന ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ മക്കളും കൂടെയുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൊണ്ട് ഇക്കാണ് നമ്മളെ ഇന്ന് കൊണ്ടുപോയത്. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ നിന്ന് ഉമ്മാക്കും എനിക്കും നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ. പിന്നെ ടൂ വീലറും ഉണ്ട്. ടൂ വീലറിൽ പോയാലും സാധനങ്ങളൊക്കെ ഒരുപാടായാൽ അത് കൊണ്ടുവരുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. റോഡ് ക്രോസിങ്ങും കാര്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സന്ധ്യ കഴിഞ്ഞാൽ റോഡ് അത്യാവശ്യം നല്ല തിരക്കുമാണ്. പിന്നെ വൈകുന്നേരം പോകാമെന്ന് കരുതി കഴിഞ്ഞാൽ നല്ല തിരക്ക്, ഈ ഷോപ്പിൻ്റെ അകത്ത് നല്ല തിരക്കും ആയിരിക്കും. അപ്പോഴും നമുക്ക് നോക്കി എടുക്കാനൊന്നും പറ്റത്തില്ല സാധനങ്ങൾ. അപ്പോഴും നമ്മൾ ഈ സന്ധ്യ കഴിഞ്ഞുള്ള സമയത്തൊക്കെ പോകുമ്പം അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞിരിക്കും. അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകളുണ്ട് എന്നുള്ളതിനെക്കാട്ടിലും അത്യാവശ്യം ഈ സമയത്ത് ആൾ സാധാരണ കുറവാണ്. ഇതിൽ നോമ്പായതുകൊണ്ട് അത്യാവശ്യം ആളുകൾ പർച്ചേസിങ്ങിനുണ്ട്. അപ്പോഴും നമ്മളെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. തുടക്കമായതുകൊണ്ട് വീഡിയോ പിടിക്കുന്നതിലും എഡിറ്റ് ചെയ്യുന്നതിലും ഈ സംസാരിക്കുന്നതിൽ പോലും ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അല്ലാത്തവരെല്ലാം നമ്മളും തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ നിൽക്കണേ.